കഴിഞ്ഞ നെഹ്റു ട്രോഫി മത്സരം വള്ളംകളിയിൽ 1ാം സ്ഥാനത്തെ ചൊല്ലിയായിരുന്നു തർക്കമെങ്കിൽ ഇത്തവണയത് 2ാം സ്ഥാനമായി. ഒന്നിലേറെ പരാതി രേഖാമൂലം ലഭിച്ചതോടെ 1ാം സ്ഥാനം ഒഴിച്ചുള്ള മറ്റ് സ്ഥാനങ്ങൾ ആർക്കാണെന്നറിയാൻ കുറച്ചു ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും. 71ാമത് നെഹ്റു ട്രോഫി മേൽപ്പാടത്തേക്ക് പോകുമോ അതോ വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരി തുഴഞ്ഞ വിയപുരം ചുണ്ടനാണ് 1ാം സ്ഥാനമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. രണ്ടാമത് ഫിനിഷ് ചെയ്തത് പുന്നമട ബോട്ട് ക്ലബ് തുഴഞ്ഞ നടുഭാഗവുമാണ്. എന്നാൽ നിശ്ചിത പരിധിയിലധികം മറുനാടൻ തുഴച്ചിൽക്കാർ വള്ളത്തിലുണ്ടായിരുന്നു എന്നാണ് പരാതി. ഒപ്പം പന കൊണ്ടുള്ള തുഴയ്ക്ക് പകരം കുറച്ച് തടിത്തുഴ ഉപയോഗിച്ചെന്നും ആരോപണമുണ്ട്. അതുകൊണ്ട് 1ാം സ്ഥാനം മാത്രമേ ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ളൂ. കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രമാണ് ഞങ്ങൾ തുഴയുന്നത് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഞങ്ങൾ വള്ളം തുഴഞ്ഞത്. അങ്ങനെ തുടങ്ങി ഞങ്ങൾ 2ാം സ്ഥാനത്ത് എത്തിയിട്ട് എന്തുകൊണ്ട് ഞങ്ങൾ ട്രോഫി തരുന്നില്ല? പരാതികളെല്ലാം ജില്ലാ കളക്ടർ അധ്യക്ഷനായ ജൂറി പരിശോധിക്കും. അന്തിമവിധി പ്രഖ്യാപിക്കുന്നതിന് നിയമപരമായി 1 മാസം സമയവുമുണ്ട്. എന്നാൽ ഇത് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരത്തെ ബാധിക്കുമോ എന്നാണ് ആശങ്ക. നെഹ്റു ട്രോഫിയിൽ കുറഞ്ഞ സമയത്തിൽ ഫിനിഷ് ചെയ്ത 9 വള്ളങ്ങളാണ് CBLൽ പങ്കെടുക്കുക. 2ാം സ്ഥാനത്തിൽ തീരുമാനമായാലേ മറ്റു ഫലവും പ്രഖ്യാപിക്കാനാവുള്ളൂ. ഈ തർക്കം കാരണം വള്ളങ്ങളുടെ ബോണസ് വിതരണവും വൈകാൻ സാധ്യതയുണ്ട്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.